ഹായ് ഓൾ, ഇന്ന് ഞാൻ വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ഹൽവ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളമെങ്കിലും ചേർത്ത് 3 മണിക്കൂറോളം കുതിർക്കാൻ വെക്കാം. ഇപ്പൊ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഗോതമ്പിന്റെ പാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഈ ബാക്കി വന്ന മാവിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വീണ്ടും കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ബാക്കിയുള്ള പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഗോതമ്പിന്റെ വേസ്റ്റ് ആണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി ഒരു ഫ്രൈങ് പാനിൽ 3 ടീസ്പൂൺ ഗീ ഒഴിച്ച് നമുക്കതിലേക്ക് കാഷ്യൂ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സും ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെറിയ ചൂടിൽ കാരമലൈസ് ചെയ്യാണ്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് നിർത്താം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കാരമലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിന്റെ പാൽ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതൊരു കുറുകുന്നത് വരെ, ചെറുതായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗീ 2-3 ടീസ്പൂൺ വീതം ഇടയ്ക്കിടക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ടോട്ടൽ 1/2 കപ്പ് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൽവ നല്ല തിക്കായി വരുന്നുണ്ട്. കാഷ്യൂ ചേർത്ത് വീണ്ടും ഇളക്കാം. നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുകൂടെ ചേർക്കാം. നമ്മുടെ ഹൽവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യേണ്ടതില്ല. നമുക്കിതൊരു സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് മാറ്റാം. 6-7 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല അടിപൊളി റെസിപ്പീസ് ഇനിയും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.